വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഓക്കെ, ഇതും ഒരു നോട്ടിഫിക്കേഷൻ വീഡിയോ ആണ്. ഓക്കെ, അസിസ്റ്റന്റ് ഓർ അസോസിയേറ്റ് പ്രൊഫസറിന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മണിപ്പൂർ യൂണിവേഴ്സിറ്റി നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സിലുള്ള ഒരു സ്റ്റേറ്റ് ആണ് നിങ്ങൾക്ക് അറിയാം മണിപ്പൂർ. അപ്പോൾ മണിപ്പൂരിലെ യൂണിവേഴ്സിറ്റി ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. അവിടേക്കുള്ള അസിസ്റ്റന്റ് അസോസിയേറ്റ് പ്രൊഫസർക്ക് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷനാണ്, റിക്രൂട്ട്മെന്റ് ആണ്. ഇതും ഏകദേശം 150ഓളം പോസ്റ്റുകളിലേക്കുള്ള വേക്കൻസിയാണ്, ഹയർ സാലറിയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറയുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ മുൻ വീഡിയോകളിൽ പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് പറ്റാത്തതാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അവരിലേക്ക് എന്ത് ചെയ്യുക, ഇത് അയക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനലിൽ കാണുന്നവർ അത് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ലൈക്കിലൂടെയും ഷെയറിലൂടെയും കമൻസിലൂടെയൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്യപ്പെടുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജിലൂടെ ചോദിക്കുന്നത്. വാട്സപ്പ് 7736750473 എന്ന് പറയുന്ന നമ്പറാണ് വാട്സപ്പ്. അതിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കറക്റ്റ് സംശയങ്ങൾക്കുള്ള മറുപടി ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, കോഴ്സിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം മുൻ വീഡിയോകളിലൊക്കെ പറയുന്നത് പോലെ തന്നെ KVs ഇതിൻ്റെ എല്ലാ കോഴ്സുകളുടെയും ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പം നമ്മുടെ സമയം കളയുന്നില്ല, നമ്മുടെ ഈ നോട്ടിഫിക്കേഷനിലേക്ക് കിടക്കുക. അപ്പം നിങ്ങൾ ജസ്റ്റ് മണിപ്പൂർ യൂണിവേഴ്സിറ്റി എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. ഒന്നുകിൽ മണിപ്പൂർ യൂണിവേഴ്സിറ്റി എന്നോ അല്ലെങ്കിൽ മണിപ്പൂർ uni.ac.in എന്ന് പറയുന്ന അഡ്രസ് വഴിയും കയറാവുന്നതാണ്. ജസ്റ്റ് മണിപ്പൂർ യൂണിവേഴ്സിറ്റി എന്ന് സെർച്ച് ചെയ്താൽ മതി, കിട്ടും. ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. അതിൽ താഴോട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്യുക. താഴോട്ട് സ്ക്രോൾ ചെയ്ത് അതാ ഇവിടെ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളം കാണും. താഴെ കാണുന്ന റിക്രൂട്ട്മെന്റ്, അതിൽ ക്ലിക്ക് ചെയ്യുക. റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ പേജിൽ നിന്ന് താഴോട്ട് വരിക. അതായത് 23 മെയ് 2025 എന്നുള്ള ഈ ഒരു applications are invited for the 46 faculty post professor, associate professor and assistant professor. Advertise number 3/2025 എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. 23 മെയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു പേജ് കാണാൻ പറ്റും, കാണിക്കുന്നുണ്ട്. ഇഷ്യൂ ഡേറ്റ് 23 മെയ് 2025 ആണ്. ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ് 27 ജൂൺ 2025. അതായത് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് 27 മെയ് 27 ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ക്ലോസിംഗ് ഡേറ്റ് നമ്മുടെ ജൂൺ 27 വരെ ഉണ്ട്. ഓക്കെ, ഇന്ന് പെട്ടായിട്ടുള്ളേ ഉള്ളൂ. ഓക്കെ, ജൂൺ 27 ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ ആപ്ലിക്കേഷൻ ഓൺലൈൻ വഴി അയച്ചതിന് ശേഷം അതിൻ്റെ ഹാർഡ് കോപ്പി ഓഫ് ദ ആപ്ലിക്കേഷൻ അലോങ് വിത്ത് ദ റിക്വയർഡ് ഡോക്യുമെന്റ്സ് 4/7/2025 ആണ്. ഓക്കെ, ജൂലൈ. ഓക്കെ, അപ്പോൾ അതിൽ ഒരു 6-7 സീരിയൽ നമ്പേഴ്സ് ഉണ്ട്. അതിൽ ഓരോന്നിലും ഒന്നാമത്തെ റിക്രൂട്ട്മെന്റ് ഇൻഫർമേഷൻ ഷീറ്റ്, രണ്ടാമത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, മൂന്നാമത്തെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ, എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ അതർ ദാൻ ദി ടീച്ചർ എഡ്യൂക്കേഷൻ, അങ്ങനെ പിന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ലിങ്ക്, അങ്ങനെ ഒരു 7 ലിങ്കിലൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ആദ്യത്തെ റിക്രൂട്ട്മെന്റ് ഫസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കാം. ഫസ്റ്റ് അതിലാണ് നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. പ്രൊഫസർ 5 വേക്കൻസി, അസോസിയേറ്റ് പ്രൊഫസർ 7, അസിസ്റ്റന്റ് പ്രൊഫസർ 34 വേക്കൻസി. ഓക്കെ, ആപ്ലിക്കേഷൻ hereby notified universities inviting application 46 faculty position for 19 departments via its advertisement number 3/2025 dated 23/5/2025 details below എന്ന് പറഞ്ഞിവിടെ കിടപ്പുണ്ട്. ഒന്നും കൂടെ ഒന്ന് വലുതാക്കാം. ഓക്കെ, അതിന് നിങ്ങളത് നോക്കുമ്പോഴത്തേക്ക് കാണാൻ പറ്റും. താഴോട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഏകദേശം എല്ലാ സബ്ജക്റ്റും ഉണ്ട്. ബയോകെമിസ്ട്രി, ബോട്ടണി, കമ്പ്യൂട്ടർ സയൻസ്, എർത്ത് സയൻസ്. അത് ആർക്കൊക്കെയാണ് കൂടുതലും അൺറിസർവ്ഡ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, റിസർവേഷനും ഉണ്ട്, കൂടുതലും അൺറിസർവ്ഡ് ആണ്.
എർത്ത് സയൻസ്, എഡ്യൂക്കേഷൻ, ഫോറിൻ ലാംഗ്വേജ്, ഹിന്ദി, ലൈബ്രറി സയൻസ്, മണിപ്പൂരി, ഫിസിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ സ്റ്റഡീസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ടീച്ചർ എഡ്യൂക്കേഷൻ, സുവോളജി. ഓക്കെ, ടീച്ചർ എഡ്യൂക്കേഷനൊക്കെ ഒത്തിരി വേക്കൻസി ഉണ്ട്, 15ഓളം വേക്കൻസി ഉണ്ട് ടീച്ചർ എഡ്യൂക്കേഷൻ. എനിക്ക് തോന്നുന്നു ടീച്ചർ എഡ്യൂക്കേഷനാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി, അതുകൊണ്ട് തന്നെയാണ് പ്രത്യേക നോട്ടീസ് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ സുവോളജി 4 വേക്കൻസി. ഓക്കെ, അപ്പൊ അത്തരത്തിൽ കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് 1000 അൺറിസർവ്ഡിനും OBC ആൻഡ് EWS കാൻഡിഡേറ്റ്സ് ആൻഡ് 400 SC ST PWD കാൻഡിഡേറ്റ്സിന് 400 രൂപയാണ്. ഓക്കെ, അത് റെമിറ്റ് ചെയ്യാനുള്ള അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ ഡേറ്റ് തന്നെയാണ്. ഓക്കെ, 27/6/2025 ലാസ്റ്റ് ഡേറ്റ് ഓൺലൈൻ ചെയ്യാനുള്ളത്. പിന്നെ എൻ്റെ ഹാർഡ് കോപ്പി കിട്ടേണ്ടത് 4/7/2025 ഓക്കെ, പിന്നെ സ്പെഷ്യലൈസേഷൻ, എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആൻഡ് പേ ലെവൽ, ഫാക്കൽറ്റി പൊസിഷൻ, അഡ്വർടൈസ് നമ്പർ. ഓക്കെ, ഒന്നും കൂടി അവർ കൊടുത്തിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ ഓക്കെ, ഡീറ്റെയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ക്വാളിഫിക്കേഷനുകളെ വെച്ച് എഴുതിയിരിക്കുന്നതാണ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സീരിയൽ നമ്പർ, അല്ലെങ്കിൽ ഫസ്റ്റ് ഡൗൺലോഡിൽ വരുന്നതാണ്. നെക്സ്റ്റ് സെക്കൻഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ടേംസ് ആൻഡ് കണ്ടീഷനാണ്. സെക്കൻഡ് ടേംസ് ആൻഡ് കണ്ടീഷനാണ്. ഇത് അയക്കുക, അതൊക്കെ ഓരോന്നായിട്ട് നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, പറഞ്ഞുതരാം. ഇനി എല്ലാം പറഞ്ഞു പോകേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് എല്ലാം പറഞ്ഞു പോകേണ്ടത്. അത് രണ്ടാമത്തെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ, ഓരോന്നിൻ്റെയും എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, അതുപോലെ തന്നെ കരിക്കുലർ, ഓരോന്നിൻ്റെയും ഓക്കെ എസെൻഷ്യൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു the clearance of net shall not be required for the such master's program discipline for which exam is not connected by UGC. ഓക്കെ, അപ്പൊ ഇതില് മിക്കതിനും എന്താ പറയുക, നെറ്റ് എസെൻഷ്യൽ ആയിട്ട് പറയുന്നില്ല കേട്ടോ. PGനാണ് പറയുന്നത്. അതിന്റെ സാലറി സ്കെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രൊഫസർ 14 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 14 ആകുമ്പോഴത്തേക്കും 13A 10 ഒക്കെ ആകുമ്പോഴത്തേക്കും ഏതാണ് സ്കെയിൽ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം എല്ലാ പോസ്റ്റിനും 1,00,000 പുറത്ത് 18,000 മുകളിൽ 19,000 മുകളിൽ 1,00,000 പുറത്ത് സ്റ്റാർട്ടിംഗ് സാലറി ഉള്ളതാണ്. 2 lakhs വരെ സാലറി ഉള്ള പോസ്റ്റുകളാണ്. ഓക്കെ, ഇത് ഓരോന്നും പറഞ്ഞ് വായിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒത്തിരി സമയം പോകും. അതുകൊണ്ട് എല്ലാത്തിനും കൂടി കിടന്ന് പറഞ്ഞ് സമയം കളയുന്നില്ല. ഓരോന്നും നിങ്ങൾ വായിച്ചു നോക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോസ്റ്റ് നിങ്ങൾക്ക് അയക്കാൻ പറ്റുന്നതാണോ, നിങ്ങൾക്ക് അത്തരത്തിലുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യുക. ഏജ് വെച്ച് ക്ലാസിഫിക്കേഷൻ എല്ലാം ചെക്ക് ചെയ്യുക. പിന്നെ കൊടുത്തിരിക്കുന്നത് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ അതർ ദാൻ ടീച്ചർ എഡ്യൂക്കേഷൻ. ടീച്ചർ എഡ്യൂക്കേഷൻ അല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള അസോസിയേറ്റ് പ്രൊഫഷണൽ എലിജിബിലിറ്റി ആണ്. PhD ഒക്കെ പറയുന്നുണ്ട്. അതിൻ്റെ സാലറി സ്കെയിലും കാര്യങ്ങളിലും എഴുതിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് ടേബിൾ 2, അതിൽ മെത്തഡോളജി ഫോർ യൂണിവേഴ്സിറ്റി ആൻഡ് കോളേജ് ടീച്ചേഴ്സ് ഫോർ കാൽക്കുലേറ്റ് അക്കാഡമിക് റിസർച്ച് സ്കോർ, അതായത് നിങ്ങളുടെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാനദണ്ഡങ്ങൾ, അതിൻ്റെ സ്കോർ, പോയിന്റ് നിങ്ങൾക്ക് കിട്ടാവുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. അതിൽ തിരഞ്ഞെടുക്കുന്ന അക്കാഡമിക് സ്കോർ 80 മാർക്ക്, റിസർച്ച് പബ്ലിക്കേഷൻസ് 10 മാർക്ക്, ടീച്ചിങ് എക്സ്പീരിയൻസ് 10 മാർക്ക്, അങ്ങനെ 100 മാർക്കാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പൊ അതൊന്ന് നിങ്ങൾ വായിച്ചു. ഇതെല്ലാം നിങ്ങൾക്ക് വായിച്ചു നോക്കി മനസ്സിലാക്കാവുന്നതാണ്. വായിച്ചാൽ മനസ്സിലാകാത്തവരാരും ഈ ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ കാണത്തില്ല. ഇനി എന്തെങ്കിലും അതർ ഡൗട്ട്സ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിളിച്ചോ, വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ മെസ്സേജസിലൂടെയൊക്കെ ചോദിക്കാവുന്നതാണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ അയക്കാനുള്ള ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ താഴെ 6ാമത്തെ സീരിയൽ നമ്പറിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി നമുക്ക് അപ്ലൈ ചെയ്യാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യാൻ. അതിൽ രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു കോളം ഉണ്ട്. രജിസ്റ്ററിൽ കൊടുത്താൽ മതി. രജിസ്റ്ററിൽ കൊടുക്കുമ്പോൾ നിങ്ങളെ രജിസ്റ്റർ കൊടുത്ത് രജിസ്റ്റർ എന്ന് പറയുന്ന ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഇമെയിലും നിങ്ങളുടെ യൂസറിനെ പാസ്വേഡൊക്കെ സെറ്റ് ചെയ്യാനുള്ള കോളം ഉണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ആവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ഫീയെ കുറിച്ചാണ്.
പറഞ്ഞിരിക്കുന്നത് ദ ആപ്ലിക്കേഷൻ ഫീ 1000 കാൻഡിഡേറ്റ്സ് ആൻഡ് ഫോർ ഡീറ്റെയിൽഡ് ബിലോ. എങ്ങനെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഫീസ് അടയ്ക്കേണ്ടതിനെ കുറിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതും ഒന്ന് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ലെവലിലാണ് ഫീ പേയ്മെന്റ് ചെയ്യേണ്ടത്. അപ്പൊ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഈ ഒരു പേജിൽ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അത് ഓരോന്നായിട്ട് വായിച്ച് നിങ്ങളടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യകത ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് പറയാതിരിക്കുന്നത്. അതിന്റെ ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾക്ക് തന്നെ അത് തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട്. ഞാനത് എടുക്കുന്ന രീതി ഒന്നും കൂടി പറഞ്ഞുതരാം. ആദ്യം മണിപ്പാൾ യൂണിവേഴ്സിറ്റി എന്ന് ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് ഗൂഗിളിൽ കൊടുക്കുക, അല്ലെങ്കിൽ മണിപ്പാലല്ല, മണിപ്പൂർ യൂണിവേഴ്സിറ്റി എന്ന് കൊടുക്കുക. അതിനുശേഷം മണിപ്പൂർ UNB.ac.in ആ ഒരു അഡ്രസ്സിലും കയറാം. ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ മണിപ്പൂർ യൂണിവേഴ്സിറ്റി എന്ന് കൊടുത്താൽ അത് കിട്ടും. അതിനുശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്തിട്ട് ഇവിടെ റിക്രൂട്ട്മെന്റ് എന്നുള്ള കോളം ഉണ്ട്. ഈ റിക്രൂട്ട്മെന്റ് കോളത്തിൽ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പോയ ആ പേജിലേക്ക് പോകും. ഈ പേജിലേക്ക് അതിൽ 23 2025 എന്നുള്ള നോട്ടിഫിക്കേഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ പറഞ്ഞ് ആ പേജിലേക്ക് പോവുകയും അവിടെ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളായിട്ട് എടുത്ത് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ അപ്ലൈ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഒരു വീഡിയോയെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി പേര് ഈ നമ്മുടെ ഇപ്പൊ കഴിഞ്ഞ LP-UP ബാച്ചിൽ തന്നെ ഒത്തിരി പേര് PhD ഒക്കെ ഉള്ള ഈ വായിച്ച സബ്ജക്റ്റിലൊക്കെ PhD ഒക്കെ ഉള്ള ഒത്തിരി പേഴ്സ് ഉണ്ട്, അത്രയും ക്വാളിഫിക്കേഷൻസ് ഉള്ള. അപ്പൊ ഒക്കെ നിങ്ങൾക്ക് നോർത്ത് ഈസ്റ്റിലേക്ക് പോയി ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ്. 46ഓളം വേക്കൻസികളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് ആപ്ലിക്കേഷൻസ് അയക്കാൻ സന്നദ്ധരാവുക. എത്രയും പെട്ടെന്നൊരു ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നവർ. ഓക്കെ, അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെന്ന് ചോദിക്കുക. അപ്പം ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. തീർച്ചയായിട്ടും ചാനൽ കാണുന്നവര് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും നിങ്ങൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ താങ്ക് യു ആൾ. വന്ദേ മാതരം. ജയ് ഹിന്ദ്.